Even though we are in the world of technological advancement, we blindly believe in superstitions. Here we are discussing such a topic, Science and Dogma by Pushpa M. Bhargava. Pushpa M. Bhargava was a vigorous advocate of scientific temper in India. ഇന്ത്യയിലെ ശാസ്ത്ര മേഖലയിലെ പ്രശസ്തനായ വ്യക്തിയാണ് പുഷ്പ എം ഭാർഗവ. അദ്ദേഹത്തിന്റെ സയൻസ് ആൻഡ് ഡോഗ്മ എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. He is the director and founder of Center for Cellular and Molecular Biology (CCMB) in Hyderabad and former Vice Chancellor of National Education Commission, New Delhi. And he was awarded Padma Shri in 1986, but he returned the honor in 2015 to protest the Indian government's increasing oppression of dissenting voices in the country. 1989 അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചതാണ്. പക്ഷേ അദ്ദേഹം 2015 ആ ബഹുമതി തിരിച്ചു നൽകുന്നു. അതായത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ അടിച്ചമർത്തൽ നടപടി, അതായത് ജനങ്ങളോടുള്ള ആ ഒരു പെരുമാറ്റത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ആ ഒരു പരിഗണനയുടെ പേരിൽ അദ്ദേഹം ആ ഒരു ബഹുമതി തിരിച്ചു നൽകുന്നു. ആൻഡ് ഹിസ് മേജർ വർക്ക്സ് ആർ ഏഞ്ചൽസ്, ഡെവിൾസ് ആൻഡ് സയൻസ്, The Saga of Indian Science Since Independence and in a Nutshell. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏഞ്ചൽ, ഡെവിൾസ് ആൻഡ് സയൻസ്, വളരെ പ്രശസ്തമായ ബുക്കാണ്. ആൻഡ് ദ സാഗ ഓഫ് ഇന്ത്യൻ സയൻസ് സിൻസ് ഇൻഡിപെൻഡൻസ്, അതേപോലെ തന്നെ ഇൻ എ നട്ട്ഷെൽ. സയൻസ് ആൻഡ് ഡോഗ്മ ഇസ് എൻ എസ്സേ ദാറ്റ് ഈസ് ദി 12th chapter in the book Science, Devils and Science. ഏഞ്ചൽസ്, ഡെവിൾസ് ആൻഡ് സയൻസ് എന്ന പുസ്തകത്തിലെ 12ാമത്തെ ചാപ്റ്ററാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ള സയൻസ് ആൻഡ് ഡോഗ്മ എന്ന ഈ ചാപ്റ്റർ ഒരു എസ്സേയാണ്. ആൻഡ് ഇൻ ഇറ്റ് ഹി ഹൈലൈറ്റ്സ് ദ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ സയന്റിഫിക് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ബ്ലൈൻഡ് ബിലീഫ്സ്. അന്ധമായ വിശ്വാസങ്ങളെയും അതേപോലെ ശാസ്ത്രപരമായിട്ടുള്ള വിശ്വാസങ്ങളെയും അദ്ദേഹം ഇതിൽ ഹൈലൈറ്റ് ചെയ്യുന്നു. അത് തമ്മിലുള്ള വ്യത്യാസമാണ് അദ്ദേഹം ഇതിൽ പറയുന്നത്. ഹി കോൺട്രാസ്റ്റ് ദ സയന്റിഫിക് ആൻഡ് റിലീജിയസ് ബിലീഫ്സ് റിഗാർഡിംഗ് ഹ്യൂമൻ ഒറിജിൻ. മനുഷ്യന്റെ ഉത്ഭവത്തെ കുറിച്ച് സയൻസ് പറയുന്ന വാദങ്ങളും മതം പറയുന്ന വാദങ്ങളും തമ്മിൽ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ആൻഡ് ഹി റിമാർക്സ് ദാറ്റ് ദ സ്പിരിറ്റ് ഓഫ് ക്വസ്റ്റ്യനിങ് ലൈസ് അറ്റ് ദ ഹാർട്ട് ഓഫ് സയൻസ് while dogma works on unquestioning acceptance. ഇവിടെ സയൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ചേഞ്ചിങ് ആൻഡ് ഇറ്റ് ക്യാൻ ബി പ്രൂവൺ. എന്ത് കാര്യത്തെയും തെളിയിക്കാൻ കഴിയുന്ന സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ലോജിക് ഉള്ള ഒന്നാണ് സയൻസ്. അതേസമയം ഡോഗ്മ എന്നത് ഇറ്റ് ഈസ് ഓൾവേസ് റിലേറ്റഡ് ടു റിലിജിയൻസ്, മതവിശ്വാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ട, അതായത് അങ്ങനെയുള്ള വിശ്വാസങ്ങൾ. ആൻഡ് സച്ച് ഡോഗ്മാസ് ആർ നോട്ട് ചേഞ്ചിങ്, ദേ ആർ കോൺസ്റ്റന്റ്. അതിനെ നമുക്ക് മാറ്റാൻ കഴിയില്ല. അത് അങ്ങനെ തന്നെ വിശ്വസിക്കുന്ന ചില വിശ്വാസങ്ങൾ, അതാണ് ഡോഗ്മ. അതിനെ നമുക്ക് മാറ്റാൻ കഴിയില്ല. അതേസമയം സയൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സയൻസിലെ വിശ്വാസങ്ങൾ എന്ന് പറയുന്നത് വി ക്യാൻ ചേഞ്ച് സയൻസ്. ദെൻ religion and science are originated from human beings' curiosity to explain natural phenomena, and they sought to answer to the same question of the world and existence. ഈ ലോകം എങ്ങനെ ഉണ്ടായി, അതിന്റെ നിലനിൽപ്പ് എന്താണ് എന്ന് അറിയാനുള്ള ജനങ്ങളുടെ ആകാംക്ഷയിൽ നിന്നാണ് ശാസ്ത്രവും മതവും ഉണ്ടാകുന്നത്. അപ്പൊ മതപ്രകാരം പറയുന്നത് ലോകം ഉണ്ടായത് ദൈവം ഓരോ ദിവസം സൃഷ്ടിച്ചു എന്നാണ്. അതേസമയം സയൻസ് പറയുന്നത് എവല്യൂഷനിലൂടെ ഓരോന്ന് ഉണ്ടായതാണ്, അതായത് ഭൂമി എങ്ങനെ ഉണ്ടായി എന്നും ബിഗ് ബാങ് തിയറിയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അങ്ങനെയാണ് ശാസ്ത്രത്തിന്റെ ആ ഒരു വിശദീകരണം. ആൻഡ് സയന്റിഫിക് നോളജ് ഈസ് ബേസ്ഡ് ഓൺ എവിഡൻസ് ആൻഡ് ക്യാൻ ബി ടെസ്റ്റഡ് റിപ്പീറ്റഡ്ലി ആൻഡ് ബ്രിങ് ചേഞ്ചസ് ഇൻ ഡ്യൂ കോഴ്സ് ഓഫ് ടൈം. ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം ആ ഒരു അറിവെന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി പ്രൂവൺ വിത്ത് എവിഡൻസ്, തെളിവോടുകൂടി നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നതാണ് ശാസ്ത്രത്തിന്റെ ആ അറിവ്. അതുപോലെ തന്നെ ഇറ്റ് ക്യാൻ ബി ടെസ്റ്റഡ് റിപ്പീറ്റഡ്ലി, ആവർത്തിച്ച് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ കഴിയും, അതിനെ പരീക്ഷിക്കാൻ കഴിയും, പരിശോധിക്കാൻ കഴിയും. ആൻഡ് ബ്രിങ് ചേഞ്ചസ് ഇൻ ഡ്യൂ കോഴ്സ് ഓഫ് ടൈം. ഇനി എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ കാലക്രമേണ അതിന് മാറ്റം വരുത്താൻ നമുക്ക് കഴിയും. ബട്ട് ഡോഗ്മാറ്റിക് ബിലീഫ്സ് ആർ ഫിക്സഡ് ആൻഡ് അൺചേഞ്ചിങ്, often stemming from fear and not accepting changes. അതേസമയം ഡോഗ്മ എന്നത്
ഒരിക്കലും നമുക്ക് മാറ്റാൻ കഴിയാത്തതാണ്. അത് പ്രധാനമായിട്ടും വരുന്നത് നമ്മളുടെ പേടിയിൽ നിന്നാണ്. ആ പേടിയിൽ നിന്നുള്ള വിശ്വാസങ്ങൾ. അതേപോലെ തന്നെ ഇറ്റ് ക്യാൻ നെവർ ആക്സെപ്റ്റ് ചേഞ്ചസ്. ഒരു മാറ്റവും ഉൾക്കൊള്ളാൻ കഴിയാത്ത വിശ്വാസങ്ങളാണ് ഡോഗ്മാറ്റിക് ബിലീഫ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ലാക്സ് എവിഡൻസ്. ഈ ഡോഗ്മയ്ക്ക് ഒരിക്കലും തെളിവുകൾ നിരത്താൻ കഴിയില്ല. അങ്ങനെ ഒരു തെളിവിലൂടെ നമുക്ക് അത് സത്യമാണെന്ന് തെളിയിക്കാൻ സാധിക്കില്ല. ആൻഡ് can bring social injustice such as the caste system by blaming present problems on past actions. ഇങ്ങനെയുള്ള ഈ വിശ്വാസങ്ങൾക്ക്, ഡോഗ്മകൾക്ക് ഒരുപാട് അനീതികൾ കൊണ്ടുവരാൻ സാധിക്കുക. പ്രത്യേകിച്ചും മതം അല്ലെങ്കിൽ എന്താണ് ജാതി വ്യവസ്ഥയെ കുറിച്ച് ഉള്ള ആ ജാതി എന്ന ആ ഒരു സിസ്റ്റത്തെ കുറിച്ചുള്ള വിശ്വാസം. അതായത് നമുക്കറിയാം ബ്രാഹ്മിൻസ്, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്ന 4 ജാതികളായിരുന്നു പ്രധാനമായിട്ടുണ്ടായിരുന്നത്. അതിൽ താഴേക്കിടയിലുള്ള ജാതി ശൂദ്ര കുലം. അങ്ങനെ താഴേക്കിടയിലുള്ള ജാതിയിൽ ജനിക്കുക എന്ന് പറയുന്നത് മുജ്ജന്മ പാപം കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കുലത്തിൽ, അങ്ങനെ അതായത് സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട ഒരു വർഗമാണ് അവര്. അപ്പൊ അവരുടെ കുലത്തിൽ ജനിക്കാതെ നമുക്ക് അറിയാം പണ്ട് കാലത്ത് ആ ഒരു ശൂദ്ര ജനത അല്ലെങ്കിൽ അവർക്ക് എന്താണ് വിദ്യാഭ്യാസം ലഭിച്ചിരുന്നില്ല. അതേപോലെ തന്നെ ജീവിക്കാനുള്ള അധികാരം പോലും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത്രത്തോളം ഒരുപാട് യാതനകൾ, മൃഗതുല്യമായ ജീവിതം നയിച്ച ആളുകളായിരുന്നു. അത്രത്തോളം കഷ്ടപ്പാടുകളിലൂടെ നമ്മളുടെ നായകന്മാർ പോരാടി നേടിയ ഒരു സ്വാതന്ത്ര്യത്തിലൂടെയാണ് അവർക്ക് മുന്നേറ്റം ഉണ്ടായത്. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ, അതായത് മുജ്ജന്മ പാപം കൊണ്ടാണ് ഈ താഴ്ന്ന ജാതിയിൽ ജനിക്കുന്നത് എന്ന ഒരു വിശ്വാസം വരെ ഉടലെടുക്കാൻ ഈ ഡോഗ്മയ്ക്ക് കഴിയും, അല്ലെങ്കിൽ ഈ ഒരു വിശ്വാസങ്ങൾക്ക് സാധിക്കും. And the author says that it is the privileged people who promote dogmatic beliefs to keep others ignorant and for their achievement. നമ്മുടെ പുഷ്പ എം ഭാർഗവ അദ്ദേഹം പറയുന്നത് ഈ ഒരു ഡോഗ്മ നിലനിർത്തുന്നത് പ്രിവിലേജ്ഡ് ക്ലാസ് ആണ്, അല്ലെങ്കിൽ റിച്ച് ക്ലാസ് ആണ്. കാരണം അവർക്ക് ഈ താഴ്ന്ന ജാതിക്കാരെ കൊണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ജനതയെ എന്താണ് നിരക്ഷരാക്കി വെച്ചിട്ട്, അല്ലെങ്കിൽ അവർക്ക് അറിവ് പകർന്നു കൊടുക്കാതെ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരെ ഉപയോഗിക്കാൻ വേണ്ടി ഈ പ്രിവിലേജ്ഡ് ക്ലാസ് ആണ് ഇത്തരത്തിലൊരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചത് എന്നാണ് നമ്മളുടെ എഴുത്തുകാരൻ പറയുന്നത്. He advocates that progress come from questioning all these beliefs and accept what is beneficial to the people and society. അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യണം. ആ ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ നമുക്ക് പുരോഗതി ഉണ്ടാകുകയുള്ളൂ. അല്ലാതെ എല്ലാം അന്ധമായി വിശ്വസിക്കുകയാണെങ്കിൽ നമുക്ക് പുരോഗതി ഉണ്ടാകുകയില്ല. മറിച്ച് ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യണം. അതേപോലെ തന്നെ നമുക്ക് മനുഷ്യനും അതേപോലെ സമൂഹത്തിനും ഉപകാരപ്രദമായിട്ടുള്ള വിശ്വാസങ്ങളെ മാത്രമേ നമ്മൾ സ്വീകരിക്കാൻ പാടുള്ളൂ. അല്ലാത്തവയെ തള്ളിക്കളയണം. അതിലൂടെ മാത്രമേ നമുക്ക് പ്രോഗ്രസ് ഉണ്ടാവുകയുള്ളൂ എന്നാണ് നമ്മുടെ എഴുത്തുകാരൻ പറയുന്നത്. And in contemporary life, we are facing contradictions between science and dogmatic beliefs. നമ്മൾ നേരത്തെ പറഞ്ഞു. And it is a part of our existence. These അല്ലെങ്കിൽ dogmatic beliefs are a part of our existence, and they arise out of unquestioned acceptance of religion, customs, conventions or tradition. But everything in religion, custom, convention and tradition is not dogmatic. ഇവിടെ ഈ ഡോഗ്മാറ്റിക് ബിലീഫ് എന്ന് പറയുന്നത് അധികവും മതവിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഇവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന വിശ്വാസങ്ങളാണ്. അതോടൊപ്പം തന്നെ നമുക്ക് പറയാൻ പറ്റില്ല ഈ മതങ്ങളിലും ആചാരങ്ങളിലുള്ള എല്ലാം ഇത്തരത്തിലുള്ള ഡോഗ്മാറ്റിക് ബിലീഫ്സ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ആൻഡ് എ ഗ്രേറ്റ് എക്സാമ്പിൾ ഈസ് ദ കോൺട്രഡിക്ഷൻ ബിറ്റ്വീൻ സയൻസ് ആൻഡ് ഡോഗ്മ ഇസ് ഇൻ ദ ഒറിജിൻ ഓഫ് ഹ്യൂമൻ കൈൻഡ്. അതിലെ ഏറ്റവും വലിയ അന്തരം സയൻസും ഡോഗ്മയും തമ്മിലുള്ള ഏറ്റവും വലിയ ഒരു കോൺട്രഡിക്ഷൻ, വൈരുദ്ധ്യമുള്ളത് മനുഷ്യന്റെ ഉൽപ്പത്തിയെ കുറിച്ചുള്ള ആ വിവരണത്തിലാണ്. Modern science tells that life has evolved in this earth from non-living things and as a result of evolution from simple things to complex chemicals. But all religions tells that man was created by God and it is your choice to be a creationalist or evolutionalist. ഇവിടെ ക്രിയേഷണലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദ പേഴ്സൺ ഹു believes that ഹ്യൂമൻ ബീങ്സ് ആർ ക്രിയേറ്റഡ് ബൈ ഗോഡ്. നമുക്കറിയാം മതങ്ങളൊക്കെ പറയുന്നത് ദൈവത്തിന്റെ ആ
പദ്ധതി പ്രകാരം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ്. ഗോഡ് ക്രിയേറ്റഡ് മാൻ. അതേസമയം സയൻസ് പറയുന്നു വി ആർ എവല്യൂഷൻഡ് ഫ്രം മങ്കീസ്. ചാൾസ് ഡാർവിന്റെ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന പുസ്തകമാണ് ഇത്തരത്തിലുള്ള ഒരു വിപ്ലവം കൊണ്ടുവരാൻ ഇടയാക്കിയത്. ആൻഡ് ദിസ് കൺഫ്യൂഷൻ ഈസ് കോൾഡ് വിക്ടോറിയൻ ഡിലെമ. ഇൻ 1800 ഈ ഒരു മാറ്റം വരുന്നത്, ഇങ്ങനെ ഒരു വിപ്ലവം വരുന്നത്. ആൻഡ് ദർ ഇസ് എ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ സയൻസ് ആൻഡ് റിലിജിയൻ. മതവും ശാസ്ത്രവും തമ്മിലുള്ള ഒരു വ്യത്യാസം വരുന്നു, ഒരു സംഘർഷം തന്നെ വരുന്നു. ആൻഡ് ദ പീപ്പിൾ ആർ ഇൻ എ ഡിലെമ ഓർ കൺഫ്യൂഷൻ ദാറ്റ് വെദർ ടു ബിലീവ് ഇൻ ഗോഡ് ഓർ സയൻസ് ഓർ റിലിജിയൻ ഓർ സയൻസ്. അതായത് സയൻസിൽ വിശ്വസിക്കണോ, എന്താണ് മതത്തിൽ വിശ്വസിക്കണോ. മതം പറയുന്നു വി ആർ ക്രിയേറ്റഡ് ബൈ ഗോഡ്, ദൈവമാണ് സൃഷ്ടിച്ചതെന്ന് പറയുന്നു. സയൻസ് പറയുന്നത് വി ആർ എവല്യൂഷൻഡ് ഫ്രം മങ്കീസ്. അങ്ങനെ ഉള്ള സമയത്ത് ദ പീപ്പിൾ ആർ ഇൻ എ കൺഫ്യൂഷൻ വെദർ ടു ബിലീവ് ഇൻ റിലിജിയൻ ഓർ സയൻസ്. ആ ഒരു കൺഫ്യൂഷനെയാണ് വിക്ടോറിയൻ ഡിലെമ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു ഏറ്റവും വലിയൊരു വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇൻ ദ ഒറിജിൻ ഓഫ് ഹ്യൂമൻ കൈൻഡ്. And dogma is defined as a principle or opinion based on faith completely without questioning. ഇനി ഡോഗ്മ എന്നത് ചിലപ്പോൾ എക്സാമിൽ ചോദിക്കാം, റൈറ്റ് ദ ഡെഫിനിഷൻ ഓഫ് ഡോഗ്മ. ഡോഗ്മ എന്താണ് എന്ന് ചോദിക്കാം. ഇറ്റ് ഈസ് ആൻ ഒപ്പീനിയൻ ഓർ റിമാർക്ക്, ഒരു അഭിപ്രായമാണ് അല്ലെങ്കിൽ ഒരു തത്വമാണ്. ബേസ്ഡ് ഓൺ ഫെയ്ത്ത്, വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു തത്വം. ആൻഡ് കംപ്ലീറ്റ്ലി വിതൗട്ട് ക്വസ്റ്റ്യനിങ്, അതിൽ ചോദ്യമൊന്നുമില്ല. അതെന്താണോ വിശ്വാസം അത് അതേപടി അനുസരിക്കുന്നതിനെയാണ് ഡോഗ്മ എന്നറിയപ്പെടുന്നത്. ആൻഡ് സയൻസ് ഡസൻറ്റ് ആക്സെപ്റ്റ് എനിത്തിങ് വിതൗട്ട് ക്വസ്റ്റ്യനിങ് ആൻഡ് ഇറ്റ് ഈസ് നെവർ ഓൺ ദി ബേസിസ് ഓഫ് ഫെയ്ത്ത്. സയൻസിനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിന്റെ പേരിലല്ല, മറിച്ച് ചോദ്യം ചെയ്യലിലൂടെയാണ് ശാസ്ത്രം വിശ്വസിക്കുന്നത്. And science questions natural phenomena. The non-living materials like air, water, minerals, rock are made of. The natural or nature of physical phenomena like heat, light, sound, thunder and lightning. The basis of extraterrestrial phenomena, that is rising of sun, moon, stars, etc. Then phenomena associated with birth, disease, growth, death, etc. സയൻസ് ഒരുപാട് കാര്യങ്ങൾ ചോദ്യം ചെയ്യുന്നുണ്ട്. അതായത് ഈ പ്രപഞ്ചം ഉണ്ടായത് എങ്ങനെയാണ്, ഈ പ്രപഞ്ചത്തിലെ എയർ, വാട്ടർ, അതേപോലെ തന്നെ മിനറൽസ്, റോക്സ്, ഇവയൊക്കെ ഏതൊക്കെ കോമ്പോണൻസ് കൊണ്ടാണ് ഉണ്ടാക്കപ്പെട്ടത്. അതേപോലെ തന്നെ റൈസിങ് ഓഫ് മൂൺ, സൺ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതേപോലെ തന്നെ ഡിസീസ്, ഡെത്ത്, ഗ്രോത്ത്, ബർത്ത്, ഇവയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിവരിക്കുന്ന ഒന്നാണ് സയൻസ്. അത് റീസണബിൾ ആയ രീതിയിൽ, അതാണ് വളരെ യുക്തിപരമായ രീതിയിൽ തെളിവുകൾ നിരത്തി സയൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതേസമയം യാതൊരു തെളിവുമില്ലാതെ ഒരു വിശ്വാസം നമ്മൾ അതേപോലെ വിശ്വസിക്കുന്നതിനെയാണ് ഡോഗ്മ എന്നറിയപ്പെടുന്നത്. Then it is the desire of the primitive people that forced the advent of religions like pagan religion, Judaism, Hinduism, Islam, Buddhism, etc. ഇനി ഈ മനുഷ്യന്റെ ക്യൂരിയോസിറ്റിയാണ് ഈ പല മതങ്ങളും വരാൻ കാരണം. ചെറിയ ചെറിയ വേരിയേഷനിലൂടെ, ചെറിയ ചെറിയ ആശയങ്ങളുടെ വ്യത്യാസത്തിലൂടെയാണ് ഓരോ മതങ്ങളും കടന്നു വരുന്നത്. ആൻഡ് സയന്റിഫിക് ആൻസേഴ്സ് വെയർ വെരിഫൈഡ് repeatedly. Researches were conducted and it is objective, while dogmatic beliefs are depending on fancy and desire for beliefs. നമ്മൾ പറഞ്ഞു ഈ ഡോഗ്മാറ്റിക് ബിലീഫ്, ഇതിൽ ചോദിക്കാവുന്നത് സയൻസ് ആൻഡ് ഡോഗ്മ തമ്മിലുള്ള വ്യത്യാസമാണ്, അല്ലെങ്കിൽ കോൺട്രഡിക്ഷൻ ആണ്. കോൺട്രഡിക്ഷൻ ബിറ്റ്വീൻ സയൻസ് ആൻഡ് ഡോഗ്മ ഓർ ഡോഗ്മാറ്റിക് ബിലീഫ്സ്. അത് തമ്മിലുള്ള വ്യത്യാസം ചോദിക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. സയൻസ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി റിപ്പീറ്റഡ്ലി എക്സ്പെരിമെന്റഡ്, നമുക്ക് പരീക്ഷിക്കാം, റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് പരീക്ഷിക്കാം. ആൻഡ് ഇറ്റ് ക്യാൻ ആക്സെപ്റ്റ് ചേഞ്ചസ്, മാറ്റങ്ങളെ അംഗീകരിക്കുന്ന ഒന്നാണ് സയൻസ്. അതേസമയം ഡോഗ്മ എന്നത് ഒരിക്കലും ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ അല്ലെങ്കിൽ ആ ഒരു പരീക്ഷണങ്ങളെ ഒന്നും, മാറ്റങ്ങളെ ഒന്നും ഉൾക്കൊള്ളാത്ത ഒന്നാണ് ഡോഗ്മ എന്ന് അറിയപ്പെടുന്നത്. നമ്മൾ പണ്ടുകാലത്ത് പറയും കട്ടിലിരുന്ന് കാലാട്ടാൻ പാടില്ല എന്ന് പറയും കുട്ടികളോട്. കട്ടിലിരുന്ന് കാലാട്ടിയാൽ
അമ്മ മരിച്ചു പോകുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചു വെച്ചേക്കാം. അപ്പൊ കുട്ടികള് കട്ടിൽ കയറി കാലാട്ടില്ല. അപ്പൊ അതിന് പിന്നിൽ അന്ധവിശ്വാസമാണ്, അമ്മ മരിച്ചു പോകുമെന്ന് പറയുന്നത് കൊണ്ട് എന്താണ് കുട്ടികൾ അങ്ങനെ ചെയ്യില്ല. അതിന്റെ പിന്നിലുള്ള പല കാരണങ്ങളുണ്ട്. പിന്നില് എന്താണ് കോളാമ്പി വെച്ചിട്ടുണ്ടാവും. അതേപോലെ കോളാമ്പി എന്ന അതായത് തുപ്പല് നിറഞ്ഞ ആ ഒരു പാത്രം അവിടെ വെച്ചിട്ടുണ്ടാവും. അത് തട്ടി താഴെ വീണ് കഴിഞ്ഞാൽ ഇരട്ടി പണിയാവുന്നതിന് ചെയ്യുന്ന ഒരു വിദ്യയാണ്. അത് ഡോഗ്മയാണ്. അത് നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കും. കാരണം നമുക്കറിയാം അമ്മ മരിച്ചു പോയി കഴിഞ്ഞാൽ എട്ടിന്റെ പണിയാണ്. കാരണം നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, മുന്നോട്ടേക്ക് പോവാൻ നമുക്ക് പറ്റാത്തൊരവസ്ഥ. എല്ലാ കാര്യങ്ങളിലും ഡിപ്പെൻഡന്റ് ആണ്. അപ്പൊ അമ്മ നമുക്കെല്ലാം ചെയ്തു തരുന്നത്, അതായത് ഭക്ഷണം ഉണ്ടാക്കി തരും, വസ്ത്രം അലക്കി തരും, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന സമയത്ത് അമ്മ പെട്ടെന്ന് മരിച്ചു പോകും എന്ന് പറയുന്ന സമയത്തുള്ള കുട്ടികളുടെ പേടിയാണ് ആ പേടിയെ ചൂഷണം ചെയ്യുന്ന അവസ്ഥ. അതേപോലെ പല മതവിശ്വാസങ്ങളും അതുപോലെയുണ്ട്. ഇത് നമ്മൾ പറഞ്ഞു, ഈ വിശ്വാസങ്ങളൊക്കെ അതേപടി വിശ്വസിക്കുക എന്നുള്ളതാണ് ഡോഗ്മ. അതേസമയം അത് ചോദ്യം ചെയ്യുന്നു, എന്തുകൊണ്ട് കാലാട്ടിക്കൂടാ എന്ന് ചോദിക്കുകയാണ് എങ്കിൽ അവിടെ ക്വസ്റ്റ്യനിങ് ആണ്. അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യനിങ് വരുന്ന സമയത്ത് വി ഹാവ് ടു ഫൈൻഡ് ആൻ ആൻസർ കണ്ടുപിടിച്ച് നമുക്കത് കിട്ടുകയാണ് എങ്കിൽ അതിനെ ഡോഗ്മ എന്ന് പറയാൻ കഴിയില്ല. അതേസമയം നമ്മൾ അതുപോലെ തന്നെ അനുസരിക്കുകയാണെങ്കിൽ അതിനെയാണ് ഡോഗ്മ എന്നറിയപ്പെടുന്നത്. ആൻഡ് വി ഹാവ് ഓൾറെഡി സെഡ് ദാറ്റ് ദീസ് ഡോഗ്മാറ്റിക് ബിലീഫ്സ് അറൈസ് ഫ്രം ഫിയർ. ഈ ഒരു ഡോഗ്മാറ്റിക് ബിലീഫ് ഉണ്ടാകുന്നത് നമ്മുടെ പേടിയിൽ നിന്നാണ്. ഇവിടെ നമ്മളിപ്പം പറഞ്ഞു, അമ്മ മരിച്ചു പോകുമെന്ന ഒരു പേടിയിൽ നിന്നാണ് ആ ഒരു വിശ്വാസം അതേപടി നമ്മൾ വിശ്വസിക്കുന്നത്. Then growth of science is a continuous process. സയൻസിനെ സംബന്ധിച്ചിടത്തോളം it is a continuous process, and the belief of dogma is depending on remote past, but the followers of science believe in the evidence of today and tomorrow. ഇനി ഈ ഡോഗ്മയുടെ പ്രത്യേകത, the believers of dogma are always stick on to past. കഴിഞ്ഞ കാലത്തെ കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത്. കഴിഞ്ഞ കാലത്തെക്കുറിച്ചും ആ കഴിഞ്ഞ കാല വിശ്വാസങ്ങൾ, പണ്ടിങ്ങനെയായിരുന്നു എന്ന വിശ്വാസത്തെ ഫോളോ ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ ഈ ഒരു ഡോഗ്മ വിശ്വസിക്കുന്ന ആളുകൾ. അതേസമയം സയൻസിനെ വിശ്വസിക്കുന്ന ആളുകൾ ദേ ബിലീവ് ഇൻ ദ പ്രസന്റ് ആൻഡ് ടുമോറോ. ടുമോറോ മീൻസ് ഫ്യൂച്ചർ. ഇന്ന് എന്താണ്, ഭാവി എന്താണ്, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ് സയൻസ്. Dogmatic beliefs are backward looking while science is forward looking. ഇനി ഡോഗ്മാറ്റിക് വിശ്വാസങ്ങൾ ബാക്ക്വേർഡ് ലുക്കിംഗ് ആണ്, പുറകോട്ട് നോക്കുന്നതാണ്. അതേസമയം സയൻസ്, നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, സയൻസ് മുന്നോട്ട് നോക്കുന്നത്. ദാറ്റ് മീൻസ് സയൻസ് ലുക്സ് അറ്റ് ദ പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ. അതേസമയം ഡോഗ്മാറ്റിക് ബിലീഫ്സ് ലുക്ക് ബാക്ക്വേർഡ്, പിന്നോട്ട് നോക്കുകയാണ്, അതായത് പാസ്റ്റിലേക്ക് നോക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ബിലീവ് ഇൻ റീബർത്ത് ആൻഡ് സോൾ ഇസ് അനദർ ഡോഗ്മ ദോ വി ഹാവ് നോ എവിഡൻസ്. ഇനി മറ്റൊന്ന് റീബർത്തിനെ കുറിച്ചും ആത്മാവിനെ കുറിച്ചുമുള്ള വിശ്വാസങ്ങൾ. 99% ഓഫ് ദ ബയോളജിസ്റ്റ് റിജക്ട് ദ ഫിനോമിന ഓഫ് റീബർത്ത് ഓഫ് സോൾ. ഈ ബയോളജിസ്റ്റുകൾ, അതായത് സയന്റിസ്റ്റുകൾ 99% പേരും വിശ്വസിക്കുന്നത് റീബർത്ത് ഇല്ല, അല്ലെങ്കിൽ ഈ ഒരു ആത്മാവെന്ന സംഗതി ഇല്ല എന്നാണ്. And it is such belief of rebirth and soul that gives credibility to social evils of caste system in the minds of the people. നമ്മൾ നേരത്തെ പറഞ്ഞു, ലോ കാസ്റ്റിൽ ജനിക്കുന്നത് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദെയർ പാസ്റ്റ് സീൻസ്. അവർ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തു പോയ പാപങ്ങളുടെ ഫലമായിട്ടാണ് അവര് ലോ കാസ്റ്റിൽ ജനിക്കുന്നത്. അതായത് നമ്മൾ പറയാറുണ്ട്, നല്ല പ്രവൃത്തികൾ ചെയ്തില്ല എങ്കിൽ പുഴുവായിട്ടും അങ്ങനെയുള്ള പ്രാണികളായിട്ടൊക്കെ ജനിക്കേണ്ടി വരും. അതേപോലെ തന്നെ ലോ കാസ്റ്റില് താഴ്ന്ന ജാതിയിൽ ജനിക്കേണ്ടി വരും, ഒരുപാട് യാതനകൾ അനുഭവിക്കേണ്ടി വരും. നമ്മൾ പറയാറുണ്ട്, അവള് എന്താണോ ഇങ്ങനെ മുജന്മത്തിൽ ചെയ്ത പാപം കൊണ്ടായിരിക്കും ഇങ്ങനെയാണ് അനുഭവിക്കുന്നതെന്നൊക്കെ പറയുന്ന ആ ഒരു നാട്ടു നടപ്പിൽ പറയുന്ന കേൾക്കാം നമുക്ക്. അതായത് ഇത്രത്തോളം അനുഭവിക്കേണ്ടി വരുന്നത് കഴിഞ്ഞ കാലത്തിൽ എന്തെങ്കിലും പാപം ചെയ്തുകൊണ്ടായിരിക്കാം. അങ്ങനെ ഒരു വിശ്വാസം പോലും സമൂഹത്തിൽ നിലനിൽക്കുന്നതിന് കാരണം ഈ ഡോഗ്മയാണ്. ആൻഡ് it is the person's actions that decide his destiny. ആ ഒരു വിശ്വാസമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. And a sense of superiority based on birth reflected in communalism, casteism, statism or linguistic chauvinism, and it is a result of dogmatic beliefs.
അതേപോലെ തന്നെ സുപ്പീരിയോറിറ്റി അല്ലെങ്കിൽ സുപ്പീരിയർ ബർത്ത്, നല്ല ജാതിയിൽ ജനിക്കുക എന്ന് പറയുന്നതും അതും ഈ ആക്ഷൻസ് ആണ്. അതായത് എന്താണ്, കഴിഞ്ഞ ജന്മത്തിലെ പ്രവൃത്തി കൊണ്ടാണ് നല്ല കുലത്തിൽ ജനിച്ചത് എന്നുള്ള വിശ്വാസവും ഈ എന്താണ് വിശ്വാസങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഈ ഡോക്മയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. And it is against scientific belief that an individual's genetic make up an individual's personality, ability and competence. ഇത് ശാസ്ത്രത്തിനെതിരാണ്. അതായത് ഈ ഡോഗ്മാറ്റിക് ബിലീഫ്സ് ശാസ്ത്രത്തിനെതിരാണ്. കാരണം ശാസ്ത്രം പറയുന്നത് ഒരു വ്യക്തിയുടെ ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ് അതാണ് തീരുമാനിക്കുന്നത് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി എന്താണ്, അയാളുടെ ജീവിത രീതി എന്തൊക്കെയാണ്, അയാളുടെ കോമ്പീറ്റൻസ് കഴിവുകൾ, അതിനെയൊക്കെ ബേസ് ചെയ്തത് അയാളുടെ ആ ഒരു ഹെറിഡിറ്റി ആണ് അല്ലെങ്കിൽ എൻവയോൺമെന്റ് ആണ് എന്ന ശാസ്ത്രത്തിന് എതിരാണ് ഈ വിശ്വാസം. അതേപോലെ തന്നെ എന്താണ്, ദ ഫങ്ഷൻസ് ഓഫ് ജെനറ്റിക് മെറ്റീരിയൽസ് ലൈക്ക് DNA, RNA എക്സെട്ര. DNA പോലെയുള്ള ആ ഒരു ജനറ്റിക് മെറ്റീരിയലിന്റെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടൊക്കെയാണ് ഒരു വ്യക്തിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ശാസ്ത്രം പറയുന്നത് ഇറ്റ് ഈസ് ഹിസ് ജനറ്റിക് മെറ്റീരിയൽ ദാറ്റ് ഡിറ്റർമിൻസ് ഹിസ് പേഴ്സണാലിറ്റി, എബിലിറ്റി ആൻഡ് കോമ്പീറ്റൻസ്. ബട്ട് ഡോഗ്മാറ്റിക് ബിലീഫ്സ് say that it is his past actions that determine his competence and performance. ഇനി another belief is the concept of death. മറ്റൊരു വിശ്വാസം മരണത്തെക്കുറിച്ചുള്ള വിശ്വാസമാണ്. Religious beliefs state that death is a unitary statement that is natural. എല്ലാ മതങ്ങളും പറയുന്നത് മരണം എന്നത് ഒരു അനിവാര്യമായ ഒന്നാണ്, ജനിച്ചാൽ മരിക്കുമെന്നുള്ള സംഭവമാണ് എല്ലാ മതങ്ങളും പറയുന്നത്. But modern biology shows that even though a person dies because of his heart's dysfunction, he can be brought to life by transplanting his heart. പക്ഷേ സയൻസ് പറയുന്നു എന്താണ്, ഈ ഒരു വിശ്വാസം തെറ്റാണ്. കാരണം ഒരു ഹൃദയത്തിന്റെ പ്രവർത്തനം നിലച്ച ഒരു വ്യക്തിക്ക് ആ ഹൃദയം അല്ലെങ്കിൽ ഹൃദയത്തിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ അവയവം ഒഴിവാക്കി മറ്റൊരു അവയവം അതിന്റെ സ്ഥാനത്ത് വെച്ച് പിടിപ്പിച്ച് അയാളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതേസമയം മറ്റു മതങ്ങളിൽ അല്ലെങ്കിൽ മതവിശ്വാസം പറയുന്നത് ഒരാൾക്ക് മരണം അനിവാര്യമാണ്. ആ രോഗം പണ്ടുകാലത്ത് പല ഇപ്പോഴും ഉണ്ട്. അതായത് ഇത്രയധികം ശാസ്ത്രമൊക്കെ വികസിച്ചാലും ആ രോഗങ്ങൾ വരുന്നത് മുജ്ജന്മ പാപം കൊണ്ടാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഇന്നും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതായത് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകാത്ത പല ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വിശ്വാസങ്ങൾ. അതേസമയം ഒരു ഹാർട്ട് ഡിസ്ഫങ്ഷൻ ആണ് എങ്കിൽ ആ ഹാർട്ട് മാറ്റി വെച്ചാൽ അയാൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയും. അതേപോലെ ആൻ ഓർഗാനിസം മേ ഡൈ ബട്ട് സർട്ടൻ ടിഷ്യൂസ് ഓഫ് ഇറ്റ് മേ സ്റ്റിൽ അലൈവ്. ഏതെങ്കിലും ഒരു അവയവം പ്രവർത്തനരഹിതമായാലും അതിനെ മറ്റൊരു അവയവം മാറ്റി വെച്ച് നമുക്ക് ക്യൂർ ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ആ ടിഷ്യൂസ് മരിച്ചാലും ഏതെങ്കിലും ഒരു ഭാഗം, ഒരു ടിഷ്യൂ, അതിലൂടെ നമുക്ക് ആ ഒരു നമ്മൾ എന്താണ് തീപ്പൊരി കൊണ്ട് പറയുന്ന പോലെ ആ അടുപ്പിലൊരു ചെറിയൊരു തീപ്പൊരി ഉണ്ടെങ്കിൽ അതിനെ ആളിക്കത്തിക്കാൻ കഴിയും. അതേപോലെ ആ ഒരു ചെറിയ ടിഷ്യൂവിന് ആ ഒരു ജീവിതത്തെ മടക്കി കൊണ്ടുവരാൻ സാധിക്കും. അല്ലാതെ മരണം എന്നത് അന്തിമമല്ല. ആ മരണത്തിന് നമുക്കറിയാം പണ്ട് കാലത്ത് ഒരുപാട് രോഗങ്ങൾ വന്ന് മരിച്ച ആളുകളുണ്ട്. അതേപോലെ തന്നെ പല രോഗങ്ങൾക്കും മരുന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ചില രോഗങ്ങൾ വരുന്നത് ദൈവത്തിന്റെ ശാപം കൊണ്ടാണ് എന്ന വിശ്വാസം ഉണ്ടായിരുന്നു. അതൊക്കെ ഡോഗ്മാറ്റിക് ബിലീഫ്സ് ആണ്. അങ്ങനെയുള്ള മനുഷ്യരെ കാണുന്നത് പോലും, അങ്ങനെ അത്തരത്തിലുള്ള രോഗം പിടിപെട്ട ആളുകളെ കാണുന്നത് പോലും പാപമാണ് എന്ന് വിശ്വസിച്ച ഒരു ജനതയുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ വന്ന മാറ്റങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഇഫ് എ ടിഷ്യൂ ഡൈസ് its cells may not die and can be maintained for a long time in the laboratory. ഇനി ചെറിയ സെല്ല് പോലും ഒരുപാട് കാലം ലബോറട്ടറിയിൽ സൂക്ഷിച്ചു വെക്കാൻ കഴിയും. അങ്ങനെ വി ക്യാൻ ക്രിയേറ്റ് ഐഡന്റിക്കൽ പേഴ്സൺ വിത്ത് ദ സെൽ. ആ സെല്ല് ഉപയോഗിച്ച് ആ മരിച്ചുപോയ വ്യക്തിയുടെ അതേ രൂപത്തിലുള്ള ഒരു വ്യക്തിയെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അത്രത്തോളം പുരോഗതി ശാസ്ത്രത്തിന്റെ ലോകത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നമുക്കറിയാം നരബലിയൊക്കെ അതിനകത്ത് ഉൾപ്പെടുന്നതാണ്. കാരണം അടുത്ത ജന്മത്തിൽ, ഇപ്പൊ അടുത്തും നമ്മൾ വായിച്ച ഒരു സംഭവമാണ്, അടുത്ത ജന്മത്തിൽ നല്ല ആ ഒരു കുടുംബത്തിൽ ജനിക്കുന്നതിന് വേണ്ടി നരബലി നടത്തിയ മക്കളെ അടക്കം കൊല്ലുന്ന പോലെയുള്ള വിശ്വാസങ്ങൾ, അതൊക്കെ ഡോഗ്മാറ്റിക് ബിലീഫ്സ് ആണ്. And we are centering around dogmatic beliefs, and the best example is the belief in hell and heaven and in astrology. മറ്റൊരു ഡോഗ്മാറ്റിക് ബിലീഫ് ആണ് the belief in
ഹെവൻ ആൻഡ് ഹെൽ, സ്വർഗവും നരകവും, അങ്ങനെ ഒരു വിശ്വാസം, അതും ഡോഗ്മാറ്റിക് ബിലീഫ്സ് ആണ്. ആൻഡ് ഇൻ അസ്ട്രോളജിയിലുള്ള ജ്യോതിഷത്തിലുള്ള വിശ്വാസം. ആൻഡ് ഇറ്റ് ഈസ് ദി പ്രിവിലേജ്ഡ് പീപ്പിൾ ഹൂ ഹോൾഡ് സച്ച് ബിലീഫ്സ് ഫോർ ദെയർ അഡ്വാൻറ്റേജ് ആൻഡ് മേക്കിംഗ് പീപ്പിൾ ഇഗ്നോറൻറ്റ്. പുഷ്പായം ഭാർഗവ പറയുന്നത് ഈ ഹൈ ക്ലാസ് ആണ്, അല്ലെങ്കിൽ എലൈറ്റ് ക്ലാസ് ആണ് ഇങ്ങനെ ഒരു ഡോഗ്മ സിസ്റ്റം നിലനിർത്തുന്നത്. കാരണം ഇറ്റ് ഈസ് ഫോർ ദി യൂസ് ഓഫ് ദെയർ ബെനിഫിറ്റ്സ്, അവരുടെ നേട്ടങ്ങളുടെ ഉപയോഗത്തിന്, അല്ലെങ്കിൽ അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട്, അവർക്ക് കാര്യം കാണാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാക്കി വെക്കുന്നത്. അതേപോലെ തന്നെ മറ്റ് ജനതയെ, അവരുടെ ഈ ഒരു താഴെക്കിടയിലുള്ള ജനതയെ അന്ധവിശ്വാസവും അനാചാരങ്ങളും അതേപോലെ നിരക്ഷരതയും കൊണ്ട് അവര് എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന ആ ഒരു പ്രിവിലേജ്, ആ ഒരു അഡ്വാൻറ്റേജ് അവർ ചൂഷണം ചെയ്യാൻ വേണ്ടി ഈ ഒരു ഹൈ ക്ലാസ് ആണ് ഈ ഒരു സിസ്റ്റം നിലനിർത്തുന്നത് എന്നാണ് ഭാർഗവ പറയുന്നത്. അതായത് ഇവിടെ നമ്മൾ പറഞ്ഞു സ്വർഗവും നരകവും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം. അതായത് ഇവിടെ സ്വർഗത്തിൽ വിശ്വസിക്കുക, നരകത്തിൽ വിശ്വസിക്കുക. സ്വർഗമെന്ന് ഉള്ളത് ഉണ്ടോ എന്ന് നമുക്കറിയില്ല. അതേപോലെ തന്നെ സ്വർഗത്തിൽ എത്തുമ്പോൾ നമ്മളുടെ നല്ല പ്രവൃത്തികളും മോശം പ്രവൃത്തികളും ഒക്കെ കണക്ക് കൂട്ടുന്നു. അതിൽ നല്ല പ്രവൃത്തികൾ കൂടുതലാണെങ്കിൽ നമ്മൾ നേരെ സ്വർഗത്തിലേക്ക് പോകുന്നു, മോശം പ്രവൃത്തികളാണ് കൂടുതലുള്ളത് എങ്കിൽ നമ്മൾ നരകത്തിലേക്ക് പോകുന്നു. നരകത്തിന്റെ അധിപൻ സാത്താനാണ് എന്നും സ്വർഗത്തിന്റെ അധിപൻ ദൈവമാണ് എന്നും, സ്വർഗത്തിലെത്തിയാൽ അവിടെ ഫുള്ള് മാലാഖമാര്, പാട്ട്, ഡാൻസ്, ഇഷ്ടംപോലെ ഭക്ഷണം ഒക്കെയാണ് എന്നും, നരകത്തിലാണെങ്കിൽ ചുട്ടുപൊള്ളുന്ന തീയാണ്, അതേപോലെ പുഴുക്കളെ പോലെ മനുഷ്യൻ എന്താണ് ആ അഗ്നികുണ്ഡത്തിൽ കിടന്ന് ദഹിക്കും എന്നൊക്കെ പറയപ്പെടുന്ന വിശ്വാസങ്ങൾ. ആ ഒരു പേടി മനുഷ്യരിലുള്ളത് കൊണ്ടാണ് സമൂഹത്തിൽ നന്മകൾ നിലനിൽക്കുന്നത്. ആ ഒരു പേടിയിൽ, അതായത് മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വർഗത്തിൽ പോകണം എന്നൊരു വിശ്വാസത്തിൽ മാക്സിമം നല്ല പ്രവൃത്തികൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ ആ ഒരു വിശ്വാസത്തിലൂടെ ആ ഒരു മതവിശ്വാസത്തെയും നിലനിർത്തുന്ന അവസ്ഥയിൽ നമുക്ക് കാണാൻ സാധിക്കും. Then he remarks that through proper education, encourage people to question such beliefs and accept what is proven with reason. പുഷ്പ എം ഭാർഗവ പറയുന്നത് ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ ഇത്തരത്തിൽ ഉള്ള വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യാൻ ജനങ്ങളെ പ്രേരിപ്പിക്കണം. അതോടൊപ്പം തന്നെ മനുഷ്യന് ആവശ്യമുള്ള വിശ്വാസങ്ങൾ മാത്രം എടുക്കാൻ, അതായത് മനുഷ്യന് ഉപകാരമുള്ള ഇത്തരം വിശ്വാസങ്ങൾ മാത്രം എടുക്കുക, അല്ലാതെ എല്ലാം അന്ധമായി വിശ്വസിക്കുന്ന ആ ഒരു സിസ്റ്റം ഒഴിവാക്കണം. ആൻഡ് അവർ സൽവേഷൻ ഇസ് നോട്ട് ഇൻ ഡോഗ്മാസ്, നമ്മളുടെ മോക്ഷം ഒരിക്കലും ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിലാകരുത്, ആകുകയില്ല. ആൻഡ് ഹി കൺക്ലൂഡ്സ് ബൈ കോട്ടിംഗ് ദ വേർഡ്സ് ഓഫ് ലോർഡ് ബുദ്ധ. ബുദ്ധന്റെ ഗൗതമ ബുദ്ധന്റെ വാക്കുകൾ അദ്ദേഹം കോട്ട് ചെയ്തിട്ടാണ് ഈ ഒരു എസ്സേ അവസാനിപ്പിക്കുന്നത്. ബിലീവ് നത്തിങ് മിയർലി ബിക്കോസ് യു ഹാവ് ബീൻ ടോൾഡ് ടു ഇറ്റ്. നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞു എന്നതിന്റെ പേരിൽ നിങ്ങൾ പറഞ്ഞതിനെ പൂർണ്ണമായിട്ടൊന്നും വിശ്വസിക്കാൻ പാടില്ല. Don't believe in your teacher's words out of respect, but examine and analyze his words and take good for the welfare of all beings. നിങ്ങളുടെ അധ്യാപകൻ പറയുന്ന കാര്യങ്ങൾ അത് അതുപോലെ തന്നെ, അദ്ദേഹത്തോടുള്ള റെസ്പെക്റ്റിന്റെ പേരിൽ അത് അതുപോലെ തന്നെ നിങ്ങൾ ഉൾക്കൊള്ളാൻ പാടില്ല. മറിച്ച് അത് എക്സാമിൻ ചെയ്യണം, അതിനെ വിശകലനം ചെയ്ത് നന്മയുള്ളതിനെ തിരഞ്ഞെടുക്കുക. അദ്ദേഹം പറഞ്ഞത് എന്താണോ അത് അതേപടി അനുസരിക്കേണ്ട, മറിച്ച് നിങ്ങൾക്ക് സമൂഹത്തിന് അല്ലെങ്കിൽ മനുഷ്യന്, എല്ലാ ജീവികൾക്കും, എല്ലാ ജീവജാലങ്ങൾക്കും നന്മയുള്ള വാക്കുകൾ നിങ്ങൾ സ്വീകരിക്കുക. അതാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നാണ് ഗൗതമ ബുദ്ധൻ പറഞ്ഞത്. ആ വാക്കുകൾ കോട്ട് ചെയ്തുകൊണ്ടാണ് പുഷ്പായം ഭാർഗവ ഈ ഒരു എസ്സേ അവസാനിപ്പിക്കുന്നത്. അതായത് നമ്മൾ എല്ലാത്തിനെയും അന്ധമായി വിശ്വസിക്കാൻ പാടില്ല, മറിച്ച് നമുക്ക് ഗുണമുള്ള, സമൂഹത്തിന് ഗുണമുള്ള കാര്യങ്ങൾ മാത്രം തിരഞ്ഞെടുക്കാം. ഇതില് ചോദിക്കാവുന്നത് ടൈറ്റിൽ സിഗ്നിഫിക്കൻസ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സയൻസ് ആൻഡ് ഡോഗ്മ ചോദിക്കാം. അതേപോലെ തന്നെ എക്സ്പ്ലെയിൻ ദ കോൺട്രഡിക്ഷൻസ് ബിറ്റ്വീൻ സയൻസ് ആൻഡ് ഡോഗ്മ. പിന്നീട് ചോദിക്കാവുന്നത് വാട്ട് ഈസ്, അല്ലെങ്കിൽ ഡിഫൈൻ ഡോഗ്മ. ഡോഗ്മ എന്താണെന്ന് നിർവചിക്കാൻ പറയാം. ഡോഗ്മ എന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇറ്റ് ഈസ് എൻ ഒപ്പീനിയൻ വിതൗട്ട് ക്വസ്റ്റ്യനിങ് ഇല്ലാത്ത. പിന്നെ ചോദിക്കാവുന്നത് ക്വസ്റ്റ്യനിങ് ഇല്ലാത്ത വിശ്വാസത്തെയാണ് ഡോഗ്മ എന്നറിയപ്പെടുന്നത്. പിന്നീട് ചോദിക്കാവുന്നത് വാട്ട് ആർ ദി മെറിറ്റ്സ് ഓഫ് സയൻസ്, ശാസ്ത്രത്തിന്റെ മേന്മകൾ എന്തൊക്കെയാണ്. ഇതൊക്കെയാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. ഹോപ്പ് ദിസ് ഈസ് യൂസ്ഫുൾ ടു യു. താങ്ക് യു.